സരസ്വതീ ദേവിയെയും വേദവ്യാസനെയും വണങ്ങിക്കൊണ്ടുവേണം പുരാണപാരായണം ആരംഭിക്കാൻ. ഭാരതവർഷത്തിലെ നൈമിഷാരണ്യം എന്ന പുണ്യതീർത്ഥത്തിൽ ശൗനകാദി മഹർഷിമാർ തങ്ങളുടെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ദർഭപ്പുല്ല് വിരിച്ച ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് സൂതപുത്രനായ ഉഗ്രശ്രവസ് അപ്രതീക്ഷിതമായി അവിടെ എത്തിയത്. മഹർഷിമാർ അദ്ദേഹത്തെ ആദരവോടെ സ്വീകരിക്കുകയും ഇരിക്കാൻ ആസനം നൽകുകയും ചെയ്തു. ശാന്തചിത്തനായ ശൗനക മഹർഷി അദ്ദേഹത്തിൻ്റെ കുശലാന്വേഷണം നടത്തിയ ശേഷം ഇങ്ങനെ ചോദിച്ചു. ശൗനക മഹർഷിയുടെ ചോദ്യങ്ങൾ. ആഗമനം. സൂതജി, അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? അങ്ങയുടെ ദർശനം കൊണ്ട് ഞങ്ങളുടെ ഈ ദിവസം പുണ്യമായിരിക്കുന്നു. കലിയുഗ ഭയം. കലിയുഗത്തിലെ അറിവില്ലായ്മയെ ഞങ്ങൾ ഭയപ്പെടുന്നു. ഈ സംസാര സാഗരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് അനുയോജ്യമായൊരു പുരാണം പറഞ്ഞു തരണം. ഭക്തിയുടെ പ്രാധാന്യം. ശ്രീകൃഷ്ണനോട് അചഞ്ചലമായ ഭക്തിയുണ്ടാക്കുന്നതും തത്വജ്ഞാനം വർദ്ധിപ്പിക്കുന്നതും ജനന മരണ ചക്രങ്ങളിൽ നിന്ന് മുക്തി നൽകുന്നതുമായ ആ കഥ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരമാത്മാവിൻ്റെ സ്വരൂപം. പരമാത്മാവിൻ്റെ സ്വരൂപം സാകാരമാണോ അതോ നിരാകാരമാണോ? ബ്രഹ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? വൈഷ്ണവ മഹാത്മാക്കളും യോഗികളും ആരെയാണ് ധ്യാനിക്കുന്നത്? ഇതെല്ലാം ഞങ്ങൾക്ക് വിവരിച്ചു തന്നാലും. സാരം. ഭൗതികമായ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാനും കൃഷ്ണഭക്തിയിൽ അലിഞ്ഞു ചേരാനും ഏറ്റവും ഉത്തമമായ വഴി പുരാണ ശ്രവണമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശൗനക മഹർഷിയുടെ ചോദ്യങ്ങൾക്കുള്ള സൂതജിയുടെ മറുപടിയും ഈ പുരാണത്തിൻ്റെ പ്രാധാന്യവും വിവരിക്കുന്നു. സൂതജി മഹർഷിമാരോട് ഇപ്രകാരം മറുപടി നൽകുന്നു. പരമാത്മാവിൻ്റെ സ്വരൂപം. പരമാത്മാവ് ഒരേ സമയം സാകാരനും, അതായത് രൂപമുള്ളവനും, നിരാകാരനും, അതായത് രൂപമില്ലാത്തവനും ആണ്. കൃഷ്ണഭക്തി. ലോകം എന്ന കാട്ടുതീയിൽ അകപ്പെട്ട ജീവജാലങ്ങൾക്ക് അമൃത് വർഷിക്കുന്നത് പോലെയാണ് കൃഷ്ണഭക്തി. ഇത് ഹൃദയത്തിന് നിത്യമായ ആനന്ദം നൽകുന്നു. സൃഷ്ടിരഹസ്യം. എല്ലാറ്റിൻ്റെയും കാരണമായ ബീജം അല്ലെങ്കിൽ കാരണതത്വം എന്താണെന്നും സൃഷ്ടിക്കായി ഉന്മുഖനായ ആ പരമാത്മാവ് എങ്ങനെയാണ് പ്രപഞ്ചം നിർമ്മിച്ചതെന്നും ഈ പുരാണം വിവരിക്കുന്നു. ധ്യാനമാർഗം. വൈഷ്ണവ മഹാത്മാക്കളും ശാന്തചിത്തരായ യോഗികളും എപ്രകാരമാണ് ബ്രഹ്മത്തെ ചിന്തിക്കേണ്ടതെന്നും ധ്യാനിക്കേണ്ടതെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. പുരാണത്തിൻ്റെ ഗുണം. ഈ പുരാണം കേൾക്കുന്നത് ഐശ്വര്യം നൽകുന്നതും സകല അമംഗളങ്ങളെയും നശിപ്പിക്കുന്നതും പുത്രപൗത്രാദികളുടെ വർധനവിന് കാരണമാകുന്നതുമാണ്. ചുരുക്കത്തിൽ, സംസാരമാകുന്ന ജയിലിൽ അകപ്പെട്ട് കിടക്കുന്ന മനുഷ്യർക്ക് ആ ചങ്ങലകൾ മുറിച്ചു മാറ്റാനുള്ള വഴിയാണ് ഈ പുരാണത്തിലെ കൃഷ്ണ കഥകൾ. ശൗനക മഹർഷിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സൂതജി വിവരിക്കുന്ന പ്രപഞ്ച സൃഷ്ടിയുടെയും പരമാത്മാവിൻ്റെയും വിശേഷങ്ങൾ ഇതാ. ബ്രഹ്മത്തിൻ്റെ സ്വരൂപവും സൃഷ്ടിയും. സാകാരനും നിരാകാരനും. പരമാത്മാവ് ഒരേ സമയം രൂപമില്ലാത്തവനായും എന്നാൽ ഭക്തരുടെ ധ്യാനത്തിനായി മനോഹരമായ ശ്യാമവർണ്ണ രൂപം സ്വീകരിക്കുന്നവനായും നിലകൊള്ളുന്നു. സൃഷ്ടിയുടെ ബീജം. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായ ബീജം അല്ലെങ്കിൽ കാരണതത്വം ആ പരമാത്മാവ് തന്നെയാണ്. ത്രിമൂർത്തികളുടെ ജനനം. സൃഷ്ടിക്ക് മുന്നോടിയായി പരമാത്മാവ് സത്വരജതമോ ഗുണങ്ങളെ സ്വീകരിക്കുകയും അതിലൂടെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ രൂപങ്ങൾ ധരിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ പങ്ക്. ഭഗവാനിൽ നിന്നാണ് പ്രകൃതിയും മറ്റ് ദേവതകളും ആവിർഭവിച്ചത്. ധ്യാനവും മുക്തിയും. യോഗികളുടെ ധ്യാനം. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ 3 അവസ്ഥകളിലും സാക്ഷിയായി നിൽക്കുന്നവനും യോഗികൾ തങ്ങളുടെ ഹൃദയത്തിൽ നിരന്തരം ചിന്തിക്കുന്നവനുമാണ് ഈ പരമാത്മാവ്. കലിയുഗത്തിലെ ശരണം. കലിയുഗത്തിലെ അറിവില്ലായ്മയിൽ നിന്നും സംസാര സാഗരത്തിലെ കഷ്ടതകളിൽ നിന്നും മുക്തി നേടാൻ കൃഷ്ണഭക്തി മാത്രമാണ് ഏക പോംവഴി. പുരാണത്തിൻ്റെ ഫലം.
ഈ കഥകൾ കേൾക്കുന്നത് ഐശ്വര്യം നൽകുന്നതിനും പാപങ്ങൾ നശിപ്പിക്കുന്നതിനും കുടുംബത്തിൽ പുത്രപൗത്രാദികളുടെ വർധനവിനും കാരണമാകുന്നു. വ്യാസഭഗവാൻ വേദങ്ങളാകുന്ന പശുവിൽ നിന്ന് കറന്നെടുത്ത അമൃതാണ് ഈ ബ്രഹ്മവൈവർത്ത പുരാണമെന്നും സുതജി ഉറപ്പിച്ചു പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് ദേവന്മാർ ആവിർഭവിച്ചതിനെക്കുറിച്ച് ബ്രഹ്മവൈവർത്ത പുരാണം ബ്രഹ്മഖണ്ഡത്തിൽ നൽകുന്ന വിവരണം അതിശയകരമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് സകലതിനും ആദിയായ പരമാത്മാവ്. സൃഷ്ടിക്ക് തൊട്ടു മുമ്പ് അദ്ദേഹം തൻ്റെ ശരീരത്തിൽ നിന്ന് വിവിധ രൂപങ്ങളെ പ്രകടമാക്കി. ത്രിമൂർത്തികളുടെ ഉൽപ്പത്തി. ഭഗവാന്റെ വലതുഭാഗത്ത് നിന്ന് ബ്രഹ്മാവും ഇടതുഭാഗത്ത് നിന്ന് വിഷ്ണുവും മധ്യഭാഗത്ത് നിന്ന് ശിവനും ആവിർഭവിച്ചു എന്ന് ഈ പുരാണം വിവരിക്കുന്നു. പ്രകൃതിയും ദേവിമാരും. ഭഗവാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രകൃതിയും ദേവിമാരും ഉണ്ടായത്. സരസ്വതി, ലക്ഷ്മി, പാർവതി തുടങ്ങിയ ദേവിമാർ അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ വിവിധ ഭാവങ്ങളായി പ്രകടമായി. മറ്റ് ദേവന്മാർ. ദേവരാജനായ ഇന്ദ്രൻ, ശേഷനാഗൻ, ഗണേശൻ എന്നിവരും അദ്ദേഹത്തിൻ്റെ കലകളാൽ അംശങ്ങളാൽ ഉണ്ടായവരാണ്. വിരാട പുരുഷൻ. ഭഗവാൻ തൻ്റെ വിരാട രൂപം ധരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓരോ രോമകൂപങ്ങളിലും ഓരോ പ്രപഞ്ചത്തെ ധരിക്കുകയും ചെയ്യുന്നു. മനുഷ്യരും മുനിമാരും. സ്വയംഭൂവ മനു മുതൽ സകല മുനിമാരും യോഗികളും അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ നിന്നോ സങ്കല്പത്തിൽ നിന്നോ ആണ് ഉദ്ഭവിച്ചത്. ചുരുക്കത്തിൽ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെല്ലാം ഭഗവാന്റെ ശരീരത്തിൻ്റെ അംശങ്ങളാണെന്ന് ഈ പുരാണം പഠിപ്പിക്കുന്നു. ഈ സൃഷ്ടിപ്പ് കേവലം ഒരു ഭൗതിക പ്രക്രിയയല്ല, മറിച്ച് ഭഗവാന്റെ ലീല, അതായത് ദിവ്യമായ കളി മാത്രമാണ്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ രാധാകൃഷ്ണ പ്രണയം കേവലം ലൗകികമായ ഒരു പ്രേമകഥയല്ല. അത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പ്രതീകമാണ്. ഈ പുരാണത്തിലാണ് രാധയ്ക്ക് ഏറ്റവും ഉന്നതമായ സ്ഥാനം നൽകിയിരിക്കുന്നത്. ഇതിലെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നതാണ്. 1. അർദ്ധനാരീശ്വര സങ്കല്പം പോലെ. മറ്റു പുരാണങ്ങളിൽ ശിവനും പാർവതിയും ഒന്നാണെന്ന് പറയുന്നത് പോലെ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ രാധയില്ലാത്ത കൃഷ്ണനില്ല, കൃഷ്ണനില്ലാത്ത രാധയുമില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ശരീരത്തിൻ്റെ ഇടതുഭാഗത്തു നിന്നാണ് രാധ ഉണ്ടായതെന്ന് ഈ പുരാണം വിവരിക്കുന്നു. 2. ഗോലോകത്തെ പ്രണയം. ഭൂമിയിൽ അവതരിക്കുന്നതിനു മുൻപേ വൈകുണ്ഠത്തിന് മുകളിലുള്ള ഗോലോകത്ത് വെച്ച് രാധയും കൃഷ്ണനും ഒന്നാണെന്ന് ഈ ഗ്രന്ഥം പറയുന്നു. അവിടെ വെച്ചുണ്ടായൊരു ശാപം മൂലമാണ് അവർക്ക് ഭൂമിയിൽ മനുഷ്യരായി വന്ന് വേർപിരിയേണ്ടി വന്നത് എന്നാണ് കഥ. 3. രാധയുടെ മഹത്വം. ഭഗവാൻ കൃഷ്ണൻ പോലും രാധയെ ആരാധിക്കുന്നു എന്നാണ് ഈ പുരാണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. കൃഷ്ണൻ പുരുഷനാണെങ്കിൽ രാധ പ്രകൃതിയാണ്. വിത്തുണ്ടെങ്കിലും മണ്ണില്ലാതെ മുളയ്ക്കില്ല എന്നതുപോലെ കൃഷ്ണന്റെ ശക്തിയായി രാധ നിലകൊള്ളുന്നു. 4. വിരഹവും പുനർസമാഗമവും. ഭൂമിയിലെ ലീലകളിൽ രാധയും കൃഷ്ണനും തമ്മിലുള്ള വിരഹം അഥവാ വേർപാട് ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമായിട്ടാണ് കാണിക്കുന്നത്. തൻ്റെ ഭക്തർക്ക് ഈശ്വരനോടുള്ള തീവ്രമായ അനുരാഗം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് രാധയിലൂടെ ഭഗവാൻ കാണിച്ചു തരുന്നു. 5. രാസലീല. വൃന്ദാവനത്തിലെ യമുനാ തീരത്ത് വെച്ച് നടക്കുന്ന രാസലീല ഈ പ്രണയത്തിൻ്റെ പരമകാഷ്ഠയാണ്. ഇത് ശരീരങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, മറിച്ച് അനേകം ജീവാത്മാക്കൾ പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയാണെന്ന് പുരാണം വിവരിക്കുന്നു. ചുരുക്കത്തിൽ ബ്രഹ്മവൈവർത്ത പുരാണം അനുസരിച്ച് രാധ എന്നത് കൃഷ്ണൻ്റെ തന്നെ ഹ്ലാദിനി ശക്തി അഥവാ ആനന്ദം നൽകുന്ന ശക്തിയാണ്.